സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നാരങ്ങ അച്ചാറാണ്. സാധാരണയായി മുളക് പൊടിയൊക്കെ ചേർത്താണല്ലോ നാരങ്ങ അച്ചാർ വെക്കുന്നത്. ഇത് കാന്താരിയൊക്കെ ചേർത്ത് വെക്കുന്ന ഒരു സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 25 ചെറുനാരങ്ങ പുഴുങ്ങിയെടുത്ത് 4ആയിട്ട് കട്ട് ചെയ്തതാണ്. 4 ഇഞ്ച് നീളമുള്ള ഇഞ്ചി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ബൗള് നിറയെ കാന്താരിയും 3 കുടം വെളുത്തുള്ളി പൊളിച്ചതും എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 1/4 ഭാഗത്തോളം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി കൂടി ചേർത്ത് കൊടുക്കാം. കാന്താരി ഒന്ന് സോഫ്റ്റായി കിട്ടണം, അതുവരെ ഇളക്കി കൊടുക്കാം. കാന്താരി സോഫ്റ്റായിട്ട് വന്ന ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങയിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് നാരങ്ങയ്ക്ക് ആവശ്യമായ 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ 1 മിനിറ്റ് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുക്കാം. നാരങ്ങ പുഴുങ്ങിയെടുത്തുകൊണ്ട് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ചൂടായി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുത്താൽ മതി. ഈ അച്ചാർ പുറത്ത് വെച്ചിരുന്നാൽ കുറച്ച് ദിവസം കേടുകൂടാതിരിക്കുകയും ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കൂടുതൽ കാലം കേടുകൂടാതിരിക്കുകയും ചെയ്യും. ചോറിനും കഞ്ഞിക്കും എല്ലാം നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഈ അച്ചാർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാന്താരി സുലഭമായിട്ട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ നാരങ്ങ അച്ചാർ ഇട്ട് വെക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.